വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയതിന് പിന്നാലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് വല്ല നേട്ടവും ഉണ്ടായോ? വിൻഡീസിനെതിരായ ഈ ചരിത്ര നേട്ടം വഴി ഇന്ത്യൻ ടീം നേടിയ റെക്കോർഡുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഇക്കുറി അതൊന്ന് പരിശോധിക്കാം. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യ നേടിയത്. ഇതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഈ ഒരു ടെസ്റ്റ് പരമ്പര അങ്ങ് തൂത്തുവാരുകയും ചെയ്തിരിക്കുകയാണ് ശുഭ്മാൻ ഗില്ലിന്റെ ഇന്ത്യ. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിന്റെ വിജയമാണ് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ സ്വന്തമാക്കിയത്. ഫോളോ ഓൺ ചെയ്ത് പിന്നെയും ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഉയർത്തിയ 121 റൺസ് എന്ന വിജയലക്ഷ്യം 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടക്കുകയായിരുന്നു. നേരത്തെ അഹമ്മദാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 140 റൺസിനും ഇന്ത്യ വിജയിച്ചിരുന്നു. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഈ ഒരു പരമ്പര ജയിച്ചതോടെ ഒരു ടീമിനെതിരായ തുടർച്ചയായ പരമ്പര വിജയങ്ങളിൽ സൗത്ത് ആഫ്രിക്കയുടെ ലോക റെക്കോർഡിന് ഒപ്പം എത്തുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇന്ത്യയുടെ തുടർച്ചയായ 10ാമത്തെ ടെസ്റ്റ് പരമ്പര ജയമാണിത്. വിൻഡീസിനെതിരെ തുടർച്ചയായി 10 ടെസ്റ്റ് പരമ്പരകൾ ജയിച്ച സൗത്ത് ആഫ്രിക്കയുടെ പേരിലുള്ള ഈ റെക്കോർഡിനൊപ്പമാണ് ഡൽഹി ടെസ്റ്റിലെ 7 വിക്കറ്റ് ജയത്തോടെ ഇന്ത്യയും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2002 മുതൽ 2025 വരെ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച് 10 ടെസ്റ്റ് പരമ്പരകളും ജയിച്ചാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ ലോക റെക്കോർഡിന് ഒപ്പം എത്തിയത്. 1998, 2024 എന്നീ കാലയളവിലാണ് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെതിരെ തോൽവി അറിയാതെ ഇതിനു മുമ്പ് 10 പരമ്പരകൾ ജയിച്ചത്. 2000 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ഓസ്ട്രേലിയ വിൻഡീസിനെതിരെ തോൽവി അറിയാതെ ഇതിനു മുമ്പ് 9 പരമ്പരകൾ ജയിച്ചിരുന്നു. ഇന്ത്യയിൽ വിൻഡീസ് തോൽക്കുന്ന തുടർച്ചയായ 6ാം ടെസ്റ്റ് കൂടിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. വെസ്റ്റ് ഇൻഡീസിനെതിരെ നിലവിലെ പരിശീലകനായ അവരുടെ മുൻ ക്യാപ്റ്റനായ ഡാരൻ സാമി 2013 ക്യാപ്റ്റനായിരുന്നപ്പോൾ ഇന്ത്യയിൽ തോറ്റു തുടങ്ങിയ ശേഷം പിന്നീട് ഒരു മത്സരത്തിൽ സമനില നേടാൻ പോലും വെസ്റ്റ് ഇൻഡീസിന് കഴിഞ്ഞിട്ടില്ല ഇന്ത്യക്കെതിരെ. ഒരു കാലത്ത് സർവ്വപ്രതാപികളായ വെസ്റ്റ് ഇൻഡീസ് പതിച്ചിരിക്കുന്ന നാണക്കേടിന്റെ ആഴം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സങ്കടം തോന്നും. വെസ്റ്റ് ഇൻഡീസിനെതിരായ ജയത്തോടെ മറ്റൊരു റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കുകയുണ്ടായി. എതിരാളികൾക്കെതിരെ തോൽവി അറിയാതെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കുന്ന 4ാമത്തെ ടീമായി മാറി ഇന്ത്യ. വെസ്റ്റ് ഇൻഡീസിനെതിരെ തുടർച്ചയായ 27ാമത്തെ ടെസ്റ്റിലാണ് ഇന്ത്യ ഇങ്ങനെ തോൽക്കാതിരിക്കുന്നത്. 1930 മുതൽ 1975 വരെ ന്യൂസിലാൻഡിനെതിരെ തോൽവി അറിയാതെ 47 ടെസ്റ്റുകൾ കളിച്ച ഇംഗ്ലണ്ടിന്റെ പേരിലാണ് ഒരു എതിരാളിക്കെതിരെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ തോൽവി അറിയാതെ കളിച്ചതിന്റെ റെക്കോർഡ്. അതുപോലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് പരമ്പര ജയം കൂടിയാണിത്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നായകനായി ചുമതലയേറ്റ ഗിൽ ആ സമയത്ത് 5 മത്സര പരമ്പര 2-2 സമനിലയാക്കിയിരുന്നു അങ്ങ് ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ. അപ്പോൾ ഗില്ലിന് കീഴിൽ കളിച്ച 7 ടെസ്റ്റിൽ 4 ജയവും 2 തോൽവിയും 1 സമനിലയുമാണ് ഇതിനകം ഇന്ത്യ നേടിയിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ടീമിൽ വ്യക്തമായും ഒരു ഗംഭീർ ഗിൽ എറ ഉണ്ടായി എന്ന് തന്നെ പറയാം. വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒന്നും അഭാവം നേളിക്കാതെ ടീം ഇന്ത്യ അടുത്ത ജനറേഷനിലേക്ക് ഒരു ട്രാൻസിഷൻ നടത്തിയിരിക്കുകയാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനി പോയിന്റ് പട്ടികയിലാവട്ടെ ICCയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് റാങ്കിംഗ് പുറത്തു വന്നതോടെ ഇന്ത്യ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7 മത്സരങ്ങളിൽ നിന്നും 4 ജയവും 2 തോൽവിയും 1 സമനിലയുമാണ് നിലവിൽ ഇന്ത്യക്കുള്ളത്. 61.90 ഇന്ത്യയുടെ പോയിന്റ് ശതമാനം. 66.67 പോയിന്റ് ശതമാനമുള്ള ലങ്കയാണ് ഇപ്പോൾ രണ്ടാമതുള്ളത്. 2 മത്സരങ്ങളിൽ 1 ജയവും സമനിലയുമാണ് ലങ്കയ്ക്കുള്ളത്. അതേസമയം കളിച്ച 3 മത്സരങ്ങളും വിജയിച്ച ഓസീസാണ് ഈ ഒരു പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ളത്. ടെസ്റ്റ് പോയിന്റ് പട്ടികയിൽ ബംഗ്ലാദേശ്, വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകളാണ് പട്ടികയിൽ ഇന്ത്യക്ക് പിന്നിലുള്ളത്. നിലവിൽ ഇംഗ്ലണ്ടിന് പിറകിൽ 4ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. പുതിയ അപ്ഡേഷൻ വരുന്നതോടെ ഒരുപക്ഷെ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് കയറാനുള്ള എല്ലാ ചാൻസുമുണ്ട്. ഇനി വിൻഡീസിന്റെ കേസിലാവട്ടെ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയതോടെ ക്യാപ്റ്റനായതിനു ശേഷം ആദ്യ 5 ടെസ്റ്റുകളിലും തോറ്റ 2ാമത്തെ വിൻഡീസ് ക്യാപ്റ്റൻ എന്ന നാണക്കേട് റോസ്റ്റൺ ചേസിന്റെ തലയിലായി മാറി. നേരത്തെ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ റോസ്റ്റൺ ചേസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് 3-0 തോറ്റിരുന്നു. അതായത് ഓസ്ട്രേലിയ 3-0 അവരെ പരാജയപ്പെടുത്തിയിരുന്നു. ക്രെയ്ഗ് ബ്രൈത്വൈറ്റ് ആണ് ക്യാപ്റ്റനായ ആദ്യ 5 ടെസ്റ്റിലും തോറ്റ ഇതിനു മുമ്പത്തെ വെസ്റ്റ് ഇൻഡീസ് നായകൻ. ഏതായാലും വരുന്ന നവംബറിലാണ് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പര സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. ആ പരമ്പര കൂടി നേടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് മറ്റൊരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കൂടി സ്വപ്നം കാണാം.